സെൻട്രൽ ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകൾ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒന്ന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി, അതുപോലെ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫീച്ചേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില ഫാക്ട്സ്, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി. ആദ്യം നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്തിനാണ്? കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി. ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വേണം നമ്മുടെ രാജ്യത്തിന്. 1947 ശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ രാജ്യം ഇൻഡിപെൻഡൻ്റ് ആവുന്നു. അപ്പോൾ സ്വന്തമായ ഒരു ഭരണഘടന വേണം. അപ്പോൾ ആ ഭരണഘടന നിർമ്മിക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വേണം എന്നുള്ളൊരു കാര്യം ആദ്യമായിട്ട് അത്തരമൊരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചത് 1934 MN റോയ് ആണ്. അപ്പോൾ ആ ഒരു പേര് ആലോചിച്ച് വയ്ക്കുക. ഫസ്റ്റ് ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ആശയമല്ല, കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വേണം എന്നുള്ളൊരു കാര്യം പ്രൊപ്പോസ് ചെയ്തത് 1934 MN റോയ് ആണ്. അപ്പോൾ ആ ഒരു പേര് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് ഒഫീഷ്യലി തന്നെ ആവശ്യപ്പെട്ടു, ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വേണം, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഇന്ത്യക്ക് വേണം എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1935 ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ്, ആരൊക്കെയാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് ആദ്യമായിട്ട് ഇത് വേണം എന്ന് ആവശ്യപ്പെട്ടത്, അത്തരം കാര്യങ്ങളാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1934 MN റോയ് ആവശ്യപ്പെട്ടു. ദെൻ 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലി ആവശ്യപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ ആ രണ്ട് കാര്യങ്ങളും ഓർത്തു വയ്ക്കാം. അങ്ങനെ ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഡിമാൻഡുകൾ പല സ്ഥലത്തു നിന്നും ഉണ്ടായി. നമ്മുടെ രാജ്യത്ത് അന്നുള്ള പലരും ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇത്തരം ആവശ്യങ്ങളൊക്കെ നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് നമ്മളെ ഭരിക്കുന്നത്, അല്ലേ? അപ്പോൾ ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു അംഗീകാരം, അത് ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപീകരിക്കണമെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് ആക്സെപ്റ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വേണമെന്നുള്ള ഡിമാൻഡ് ആദ്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്തത് ബ്രിട്ടൻ അവരുടെ ഓഗസ്റ്റ് ഓഫർ ഓഫ് 1940, 1940 ഓഗസ്റ്റ് ഓഫർ ഓർത്ത് വയ്ക്കാം. ഓഗസ്റ്റ് ഓഫറിലൂടെയാണ് ആദ്യമായിട്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വേണമെന്ന് ഇന്ത്യക്കാരുടെ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു ആവശ്യം വന്നപ്പോൾ അതാദ്യമായിട്ട് ബ്രിട്ടൻ ആക്സെപ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് ഓഫറിലൂടെയാണ്, 1940 ഓഗസ്റ്റ് ഓഫർ. ദെൻ അതിനുശേഷം 1942 സ്റ്റെഫോർഡ് ക്രിപ്സ്, അതായത് ക്യാബിനറ്റിലെ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ ഒരു മെമ്പർ ആയിട്ടുള്ള സ്റ്റെഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയും ഒക്കെ എങ്ങനെ വേണം, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വേണം, ഏത് രീതിയിൽ ഉണ്ടാക്കണം, ഇതുമായി ബന്ധപ്പെട്ട പ്രപ്പോസലൊക്കെ ആയിട്ട് സ്റ്റെഫോർഡ് ക്രിപ്സ് 1942 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ മെമ്പർ ഓഫ് ക്യാബിനറ്റ് ആയിരുന്ന അദ്ദേഹം വന്നു. പക്ഷേ ഈ ഒരു ക്രിപ്സ് കൊണ്ടുവന്നിട്ടുള്ള പ്രപ്പോസൽസ്, ഏത് രീതിയിലായിരിക്കണം കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി, എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെഫോർഡ് ക്രിപ്സിൻ്റെ പ്രപ്പോസൽസ് നമ്മുടെ അന്നത്തെ മുസ്ലിം ലീഗിന് താല്പര്യമില്ലാത്തത് കൊണ്ട് ആ പ്രപ്പോസൽസ് റിജക്റ്റഡ് ആയി. അപ്പോൾ 1940 ഓഗസ്റ്റ് ഓഫറിലൂടെ 1940 എന്ത് ചെയ്തു, ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപീകരിക്കാം എന്നുള്ളൊരു പ്രപ്പോസലൊക്കെ ആക്സെപ്റ്റ് ചെയ്തു ബ്രിട്ടൻ. പിന്നെ 1942 സ്റ്റെഫോർഡ് ക്രിപ്സ് കുറെ പ്രപ്പോസൽസുമായിട്ട് എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രിപ്സ് വന്നു. പക്ഷേ ക്രിപ്സിന്റെ പ്രപ്പോസൽ മുസ്ലിം ലീഗിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അത് റിജക്റ്റഡ് ആയി. ദെൻ അതിനുശേഷം ക്യാബിനറ്റ് മിഷൻ വന്നു. ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുമ്പോൾ അതിൽ നേരത്തെ വന്ന ക്രിപ്സ് ഉണ്ടായിരുന്നു, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്, അതുകൂടാതെ AV അലക്സാണ്ടർ, അതുപോലെ ലോർഡ് പെത്വിക് ലോറൻസ്, ഈ 3 പേരും കൂടി ചേർന്നതാണ് ക്യാബിനറ്റ് മിഷൻ.
അപ്പോൾ ക്രിപ്സ് പ്രപ്പോസൽസ് റിജക്റ്റഡ് ആയി. അപ്പോൾ എഗെയിൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ക്യാബിനറ്റ് മിഷനെ പറഞ്ഞയച്ചു. അങ്ങനെ ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ അനുസരിച്ച്, അപ്പോൾ ക്യാബിനറ്റ് മിഷനിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ക്യാബിനറ്റ് മിഷനിൽ പറയുന്ന പ്ലാൻ അനുസരിച്ച് അതിൽ പറയുന്ന പ്രൊവിഷൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എസ്റ്റാബ്ലിഷ് ആയത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഏതിന്റെ പ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ പ്രകാരമാണ്. അതെങ്ങനെ വേണം, അതുമായി ബന്ധപ്പെട്ട ആ ഒരു പ്ലാൻ പ്രകാരമാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചത്. ഓക്കെ, അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് ആരാവശ്യപ്പെട്ടു, തുടർന്ന് എങ്ങനെയാണ് ബ്രിട്ടൻ അത് അംഗീകരിച്ചത്, അതിനുശേഷം ഏത് പ്രപ്പോസൽസ് വന്നു, അതിനുശേഷം ഏത് മിഷൻ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കാം. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കാൻ തീരുമാനിച്ചു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരം. യെസ്, അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയുള്ള ഒരു രൂപത്തിലായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടായിരുന്നത്? കമ്പോസിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏതൊരു അസംബ്ലി ആകുമ്പോഴും അതിൽ ഇത്ര ആളുകൾ വേണം അല്ലേ? നമ്മളിപ്പോൾ ഒരു പാർലമെന്റ് ഒക്കെ പോലെ തന്നെയുള്ള ഒരു അസംബ്ലി ആണല്ലോ അത്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എത്ര പേര് വേണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. കമ്പോസിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, യെസ്. ദെൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുമ്പോൾ ആ ഒരു അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് 389 ആയിരുന്നു. ടോട്ടൽ സ്ട്രെങ്ത് ഈ 389 296 സീറ്റ് ബ്രിട്ടീഷ് ഇന്ത്യക്കായിരുന്നു. അപ്പം അന്നത്തെ സമയം ഓർക്കുക, അന്ന് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് അല്ലേ? അപ്പം ആ സമയത്ത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയും അതുപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സും, അങ്ങനെ രണ്ട് രീതിയിലായിരുന്നു രാജ്യത്തെ ഭരണം നടക്കുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ പെടുന്ന സ്ഥലങ്ങൾക്കെല്ലാം വേണ്ടി ഈ 389 296 സീറ്റ്സ് അവർക്കും ബാക്കി വരുന്ന 93 സീറ്റ്സ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിനും, അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ 389 ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. അതിൽ 296 സീറ്റ്സ് ബ്രിട്ടീഷ് ഇന്ത്യക്കാണ്. ഇനി ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള അവർക്ക് അത്രയും സീറ്റ് കൊടുത്തു. അവിടെ നിന്ന് ആളുകൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ഇലക്റ്റഡ് ആവുന്നത് എങ്ങനെയാണ്? സെലക്റ്റഡ് ആവുന്നത് ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ്. ഓർത്ത് വയ്ക്കുക, ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ. ദെൻ ഈ 296 സീറ്റ്സിനെ പിന്നെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിലെ 292 സീറ്റുകൾ എവിടെ നിന്നാണ്? 11 ഗവർണർ പ്രൊവിൻസസ് എന്നാണ്. അതായത് ഗവർണർ പ്രൊവിൻസസ് ഉണ്ട്, അതുപോലെ കമ്മീഷണർ പ്രൊവിൻസസ്, അങ്ങനെയൊക്കെ ഉണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ ഒരു ഡിവിഷൻ. അപ്പോൾ അതിലെ 11 ഗവർണർ പ്രൊവിൻസസ് നിന്നായിട്ടാണ് 296 സീറ്റിൽ 292 മെമ്പേഴ്സും വരുന്നത്. 4 മെമ്പേഴ്സ്, ബാക്കി വരുന്ന 4 മെമ്പേഴ്സ് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്ന് ഓരോ സ്ഥലത്തു നിന്നും ഓരോരുത്തർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ടോട്ടൽ 389 സീറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലുണ്ട്. അതിൽ 296 സീറ്റ്സ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് വേണ്ടി കൊടുത്തു. അവിടെ ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. 296 അവിടെയും 292 ആളുകൾ 11 ഗവർണർ പ്രൊവിൻസസ് നിന്നും ബാക്കി 4 പേര് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് നിന്നുമാണ് വരുന്നത്. ഇനി അപ്പോൾ 389 296 സീറ്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, ബ്രിട്ടീഷ് ഇന്ത്യക്കാണ്. ബാക്കി സീറ്റ്സ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിലേക്കാന്ന് പറഞ്ഞു. പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്, അവിടെ ഇലക്ഷൻ ഇല്ല. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നോമിനേഷനാണ് നടക്കുന്നത്. അതായത് അപ്പോൾ ആ ഒരു ഇലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? ഒന്ന്, പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് നോമിനേറ്റഡ് ആണ്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. പിന്നെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സുമായി റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ സെക്ഷൻസിൽ നിന്നുള്ള ആളുകൾ, അതായത് സ്ത്രീകൾ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, പൊളിറ്റീഷ്യൻസ്, ഒരുവിധം എല്ലാ തരത്തിലുള്ള എല്ലാ സെക്ഷനിൽ നിന്നുള്ള ആളുകൾ, എല്ലാ തരത്തിലുള്ള മതങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ, അങ്ങനെ മൊത്തത്തിൽ രാജ്യത്തെ എല്ലാ സെക്ഷൻ ഓഫ് ആളുകളിൽ നിന്നുമുള്ള റെപ്രസെൻറ്റേഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഓൾമോസ്റ്റ് ആ സമയത്തെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസും അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു, മഹാത്മാഗാന്ധി ഒഴികെ. അപ്പം അതും ഓർത്തു വയ്ക്കാം. ഇനി ഈ ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ കിട്ടിയിട്ടുള്ള സീറ്റ്സ് എന്ന് പറയുന്നത് അവിടേക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ് നടന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഇലക്ഷൻ നടന്നത് ഒരു ജൂലൈ ഓഗസ്റ്റ് 1946 ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് ഈ 296 സീറ്റ്സ് ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്നുള്ള ഈ സീറ്റുകളിലേക്കുള്ള ഇലക്ഷൻ നടന്നത്. അതുപോലെ
അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ 93 സീറ്റ്സ് നോമിനേറ്റഡ് ആണ് അല്ലേ. സോ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നുള്ള മെമ്പേഴ്സ് അവരെ നോമിനേറ്റ് ചെയ്ത് അവർ ഇതിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു തുടക്ക സമയത്ത്. അതൊന്നും ഓർത്ത് വയ്ക്കുക. 93 സീറ്റ്സ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് അലോ ചെയ്തിട്ടുണ്ട്, നോമിനേറ്റഡ് ആയിട്ട് അവിടുന്ന് മെമ്പേഴ്സ് എടുക്കാം. പക്ഷേ അവർ ഈ അസംബ്ലിയിൽ നിന്നും മാറി നിന്നിരുന്നു ഇനീഷ്യൽ സമയത്ത്, തുടക്ക സമയത്ത്. പിന്നീട് അത് മാറുന്നുണ്ട്, അത് നമ്മൾ ഇനി പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇലക്ഷൻ നടന്ന സമയം ഓർത്ത് വയ്ക്കുക. നോമിനേറ്റഡ് സീറ്റ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സുകാർ വിട്ടു നിൽക്കുകയാണ് ചെയ്തത് തുടക്കത്തിൽ. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് മെമ്പേഴ്സ്, ഇന്ന ആളുകളാണ്, എല്ലാ സെക്ഷൻസ് റെപ്രസെന്റ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക്, അതിന്റെ വർക്കിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, യെസ്, വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അത് ഫോം ചെയ്തത്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ എത്ര മെമ്പേഴ്സ് വേണം, അതുപോലെ ഇലക്ഷൻ നടന്നു, അതിൻ്റെ ഡേറ്റ്സ് ഒക്കെ നമ്മൾ നോക്കി. ഇതെല്ലാം കഴിഞ്ഞ് ഒഫീഷ്യലായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആളുകളുടെയൊക്കെ ഇലക്ഷന് ശേഷം ഫസ്റ്റ് ആ ഒരു അസംബ്ലി കൂടുമല്ലോ. അപ്പോൾ ആ ഡേറ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ആദ്യത്തെ ആ ഒരു അസംബ്ലിയുടെ ഒരു കൂടുന്ന സമയം, ഫസ്റ്റ് മീറ്റിങ്ങിന് മുമ്പ് ഈ ഒരു അസംബ്ലി ഫോം ചെയ്യുന്നൊരു ഡേറ്റ് എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്ത ഡേറ്റ് എന്താണ്, December 6, 1946. ഓർത്ത് വയ്ക്കുക. ദെൻ അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് December 9. ഈ ഫോം ചെയ്തതിന് ശേഷം 3 ദിവസത്തിന് ശേഷം December 9, 1946 ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഓർത്ത് വയ്ക്കുക. ഇനി അതിലെ മെമ്പേഴ്സ് നോക്കുവാണെങ്കിൽ 207 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ആ ആദ്യത്തെ സമയത്ത്. അന്ന് 9 സ്ത്രീകളുമാണ് അതിലുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു 93 സീറ്റ്സിലുള്ള ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സുകാർ വിട്ടു നിൽക്കുകയാണ് തുടക്ക സമയത്ത് പറഞ്ഞു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ നിന്നും ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, മുസ്ലിം ലീഗ് മൊത്തത്തിൽ ഇതിൽ നിന്നും വിട്ടുനിന്നു, അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഈ മീറ്റിംഗ് ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്തത് JB കൃപലാനിയാണ്, ഓർത്ത് വയ്ക്കുക. അതുപോലെ ടെമ്പററി പ്രസിഡന്റ്, അതായത് ഒരു മീറ്റിംഗ് ആദ്യമായിട്ട് കൂടുമ്പോൾ, ഒരു അസംബ്ലി ആദ്യമായിട്ട് കൂടുമ്പോൾ അവിടെ ഒരു ടെമ്പററി ആയിട്ട് അപ്പം അത് ആ ഒരു പ്രിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരാൾ വേണം അല്ലേ, ടെമ്പററി പ്രസിഡന്റ്. ടെമ്പററി പ്രസിഡന്റ് ഫസ്റ്റ് മീറ്റിംഗിന്റെ ടെമ്പററി പ്രസിഡന്റ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. അപ്പോൾ അത് ഫ്രഞ്ച് പ്രാക്ടീസ് ആണ്. ഇത്തരത്തിലുള്ള സഭകളൊക്കെ കൂടുമ്പോൾ ഫസ്റ്റ് മീറ്റിംഗിൽ ആരും പ്രിസൈഡ് ചെയ്യാൻ പ്രസിഡന്റിനൊന്നും നമ്മൾ തിരഞ്ഞെടുത്തുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് സഭയിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള ആളെ അവിടുത്തെ പ്രസിഡന്റ് ആക്കുക എന്നുള്ളൊരു ഫ്രഞ്ച് പ്രാക്ടീസ് ഉണ്ട്. അത് പ്രകാരം അദ്ദേഹമായിരുന്നു എൽഡസ്റ്റ്. സോ ഫസ്റ്റ് മീറ്റിംഗിന്റെ ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. ദെൻ അതിനുശേഷം പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ ആളെ നമ്മൾ ഇലക്ട് ചെയ്തു. അങ്ങനെ 1946 December 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ആയത്. അതുപോലെ HC മുഖർജി, അതുപോലെ VT കൃഷ്ണമാചാരി, ഇവർ രണ്ടുപേരും വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ആവുകയും ചെയ്തു. അതുപോലെ സർ BN റാവു ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ഓഫ് ദ അസംബ്ലി ആയിട്ട് അപ്പോയിന്റഡ് ആയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ പേരുകളെല്ലാം ഓർത്ത് വയ്ക്കുക. കൃത്യമായിട്ട് അതിൽ വ്യത്യാസങ്ങൾ, ടെമ്പററി പ്രസിഡന്റും പിന്നീട് ഇലക്ട് ആയ പ്രസിഡന്റും അതുപോലെ ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞു അല്ലേ, ഫസ്റ്റ് മീറ്റിംഗും അതുപോലെ അവിടെയുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി, അതിൻ്റെ ഒരു പ്രസിഡന്റിനെ ഇലക്ട് ചെയ്തു, അതിനെല്ലാം ചെയ്തതിന് ശേഷം ഓരോ പ്രൊസീജിയറായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ പാസ്സാക്കി എന്നുള്ളത്. അതായത് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൽ ബേസിക്കലി എന്താണ് പറയുന്നത്, ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫി എന്താണ്, അതിൻ്റെ ഫണ്ടമെന്റൽസ് എന്താണ്, എന്തൊക്കെയാണ് അതിലുണ്ടാവുക, അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അങ്ങനെയുള്ള ഫണ്ടമെന്റൽസും ഫിലോസഫീസും ഒക്കെ പറയുന്ന ഒരു രേഖയാണ് ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു ആണ് December 13, 1946 ഈ ഒരു റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മൂവ് ചെയ്തു. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം അല്ലേ, ഇങ്ങനെ ഇന്ന രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ നിർമ്മിക്കുന്നത്, അതൊരു റെസൊല്യൂഷനായി അവതരിപ്പിച്ചു. അപ്പോൾ അത് അവതരിപ്പിച്ചത് നെഹ്റു ആണ് December 13, 1946.
അതുപോലെ അതിൻ്റെ പേര് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്നാണ്. ദെൻ എന്നിട്ട് ഇത് പാസ്സാക്കണം അല്ലേ, റെസൊല്യൂഷനൊക്കെ അവതരിപ്പിക്കുമ്പോൾ. അപ്പോൾ അത് യുനാനിമസ്ലി അഡോപ്റ്റ് ചെയ്തു അസംബ്ലി ജനുവരി 22, 1947 അത് അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ഡേറ്റുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻസിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രിയാമ്പിൾ ഓഫ് ദ പ്രസന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മുടെ പ്രിയാമ്പിളിൽ എന്താ പറയുന്നത്, എങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്, എങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയല്ലേ പ്രിയാമ്പിളിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യമ രൂപമാണ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ. അപ്പം അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ പിന്നീട് അതിനുശേഷം, അപ്പോൾ ആ ഒരു ഫസ്റ്റ് കാര്യം കഴിഞ്ഞു. അതിനുശേഷം പതുക്കെ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ മെമ്പേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു നമ്മളിതിൽ ജോയിൻ ചെയ്യാതെ മാറി നിൽക്കുമായിരുന്നു എന്നുള്ളത്. ഈ പ്രൊസീഡിങ്സിലൊക്കെ അവർ പതുക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അതുപോലെ അപ്പോഴത്തേക്കും പിന്നീടാണ് ഒരു മുസ്ലിം ലീഗ് നമ്മൾ ഡിവിഷൻ ഉണ്ടാവുന്നു. 46 ഇതൊക്കെ കഴിഞ്ഞ ശേഷം 47 പാർട്ടീഷൻ ഉണ്ടാവുന്നു അല്ലേ. അപ്പോൾ പാർട്ടീഷൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ മെമ്പേഴ്സും മുസ്ലിം ലീഗിലെ മെമ്പേഴ്സുമാണ് മാറി നിന്നെന്നുള്ളത്. അപ്പോൾ പാർട്ടീഷന് ഉണ്ടായി, ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ്റെ ഭാഗമായി പോയി. പക്ഷേ ഇന്ത്യൻ ഭാഗത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗിലെ മെമ്പേഴ്സും അതുപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ ആളുകളും പതുക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. തുടക്കത്തിലാണ് ഇത്രയും പേര് മാറി നിന്നത്. ഇനി ഇത്രയും സംഭവിച്ചു. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതിൽ പിന്നീടുണ്ടായ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് ഇപ്പോൾ 46 ഫോം ചെയ്തു. അതിനൊക്കെ ശേഷം അതിൽ നടക്കുന്ന കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടന്ന കാര്യങ്ങളിലേക്ക് നമുക്കിനി പോവാം. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എന്താ നടക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുകയാണ് അല്ലേ, എങ്ങനെയൊക്കെയാണ് അതിൽ വേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ചെയ്തിരുന്നത് കുറേ കമ്മിറ്റീസിലൂടെയാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരുപാട് കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളാണ് ഓരോ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഓരോ കമ്മിറ്റിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നിനു വേണ്ടി ഓരോ തരം കമ്മിറ്റികളുണ്ട്. അപ്പം ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ പാസ്സാക്കിയ പോലെ ഓരോ ഭാഗവും, ഇന്ന് നമ്മൾ കാണുന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ ഭാഗവും ഇതുപോലെ കമ്മിറ്റികളൊക്കെ ആയിട്ട് ആളുകൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പിന്നെയും ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് ഓരോ ഭാഗവും ഉണ്ടായി വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ഓരോ ടാസ്കും പെർഫോം ചെയ്യാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രൂപത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഓരോ ഭാഗങ്ങൾക്കും വേണ്ടി ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. മേജർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു, മൈനർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മേജർ കമ്മിറ്റീസ് എന്ന് പറയുമ്പോൾ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർമാൻ. അതുപോലെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു തന്നെയായിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ അംബേദ്കർ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരുപാട് മേജർ ആയിട്ടുള്ള കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ മൈനർ ആയിട്ടുള്ള കമ്മിറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്മിറ്റീസ് നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ട ഈ മേജർ കമ്മിറ്റീസും അതുപോലെ മൈനർ കമ്മിറ്റീസും ഞാൻ ഇത് കൊടുത്തിട്ടുള്ളതൊക്കെ പഠിച്ചു വയ്ക്കാം. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഈ മേജർ ആയിട്ടുള്ള കമ്മിറ്റീസും ഉണ്ട്, മൈനർ കമ്മിറ്റീസും ഉണ്ട്. ഇതിലുള്ള എല്ലാ കമ്മിറ്റീസിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അത് സെറ്റപ്പ് ചെയ്തത് ഓഗസ്റ്റ് 29, 1947 അതുപോലെ ഈ കമ്മിറ്റിയുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ദ ഡ്രാഫ്റ്റ് ഓഫ് ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ 7 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. അംബേദ്കർ ആയിരുന്നു അതിൻ്റെ ചെയർമാനായിട്ട്, ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്തു, അവർ ചെയ്ത കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, ആദ്യത്തെ ഒരു രൂപം എന്താണ്, 1948 ഫെബ്രുവരിയിൽ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിർമ്മിച്ചിട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം, മൊത്തത്തിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്ത് അതിൽ ആളുകൾ കൂടി അതിനുശേഷം കമ്മിറ്റീസ് ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ അതിന് മൊത്തത്തിൽ എടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് 11 സെഷൻസ് വേണ്ടി വന്നു. ഓവർ 2 years 11 months and 18 days. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 3 years അല്ലേ. അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ സെൻട്രൽ ലെവൽ എക്സാംസിനൊക്കെ നിന്ന് ക്വസ്റ്റ്യൻസ്, ഇതേ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം എത്ര സമയം എടുത്തു എന്നുള്ളത്. അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഒരു 60 രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ നോക്കി നമ്മൾ ഇതിന്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇൻസ്പയർ ആയി എടുത്തതാന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പം അത് കൂടെ, അപ്പം മൊത്തത്തിൽ നമ്മൾ 60 കൺട്രീസിലോളമുള്ള 60ഓളം രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, കാരണം അസംബ്ലി ഫോം ചെയ്തു, അപ്പോൾ ഇത്രയും ആളുകൾ ഒരു പാർലമെൻ്റ് ഒക്കെ നടത്തുന്ന പോലെയുള്ള ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ. 64 ലക്ഷമാണ് അന്നത്തെ സമയത്തിന് വേണ്ടി ചിലവായത്. അതുപോലെ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിഡർ ചെയ്തത് ഒരു 114 ഡേയ്സ് ആയിരുന്നു.
അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഒരു ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ജനുവരി 24, 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫൈനൽ സെഷൻ നടത്തിയത്. ആ ഒരു ഡേറ്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈ ഒരു ഫൈനൽ സെഷൻ കഴിഞ്ഞിട്ടും നമ്മൾ ഇൻഡിപെൻഡൻസ് കിട്ടി പുതിയൊരു ഗവൺമെൻറ് വരുന്ന വരെ, പുതിയൊരു ഇലക്ഷനൊക്കെ നടന്നു വരെ ഇതൊരു പാർലമെൻ്റ് ആയിട്ട് പ്രവർത്തിച്ചു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. സോ ഒരു ഫസ്റ്റ് ഇലക്ഷനിലൂടെ ഒരു 1951, 47 സ്വാതന്ത്ര്യം കിട്ടി. പിന്നീട് 50 ആകുമ്പോഴും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആ ഒരു ഇത് കഴിഞ്ഞു. പക്ഷെ പിന്നീട് നമ്മളതൊരു പാർലമെൻ്റ് ആയിട്ട് പ്രവർത്തിച്ചു. 51, 52 ഇലക്ഷൻ കഴിഞ്ഞ് ആദ്യമായിട്ടുള്ള മന്ത്രിസഭയൊക്കെ ഉണ്ടായി. പാർലമെൻറ്റിലെ ആളുകളൊക്കെ വരുന്നവരെയും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു ഇതിനായിട്ട് ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫൈനൽ സെഷൻ, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് എന്നുള്ള പ്രോസസ്സിൻ്റെ ഫൈനൽ സെഷൻ ജനുവരി 24, 1950 ആയിരുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ അത്രയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നു. ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, അല്ലേ, 1947. അപ്പം അതോടുകൂടെ ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷുകാർ അവസാനിപ്പിച്ച് നമുക്ക് ഭരണം കൈമാറിയിട്ട് പോവാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു ഇൻഡിപെൻഡൻസ് ആക്ടിലൂടെയാണ് അതൊക്കെ കൈമാറിയത്. ഇതൊക്കെ നിയമപരമായിട്ടാണ് നടക്കുന്നത്, അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ആക്ട് ഉണ്ടായിരുന്നു 47. അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ആക്ട് വന്നതോടുകൂടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1950 ആയിട്ടാണല്ലോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വരുന്നത്, അപ്പോൾ നിലവിൽ വരുന്നത്. അപ്പോൾ അത്രയും സമയമൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അവരുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇടയിൽ വെച്ച് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് ലഭിച്ചു. പ്ലസ് നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് പാർട്ടീഷൻ ഉണ്ടായില്ല, 2 രാജ്യങ്ങളായി മാറി. അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ആക്ടോടുകൂടെ, ദാറ്റ് മീൻസ് ഇൻഡിപെൻഡൻസിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വന്നതെന്ന് നോക്കാം. അതായത് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, ഒന്നാമത് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു ഫുള്ളി സോവറൈൻ ബോഡിയായി, അതായത് ഫുൾ പരമാധികാരമുള്ള ഒരു ബോഡിയായിട്ട് മാറി. കാരണം എന്താ, അതുവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു ബോഡിയായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇൻഡിപെൻഡൻസ് ആക്ടോടുകൂടെ ഇൻഡിപെൻഡൻസ് കിട്ടി, അവരിവിടുന്ന് പോയി. അപ്പോൾ പിന്നെ നമ്മൾ അത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു സ്വയം പരമാധികാര ബോഡിയായിട്ട് മാറി. അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 2 സെപ്പറേറ്റ് ഫംഗ്ഷൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് കൊടുത്തു. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയി, ഇവിടെ പിന്നെ ഒരു ഗവൺമെൻറ് ഇല്ല, അല്ലേ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാർലമെൻ്റ് ആയിട്ട് പ്രവർത്തിക്കണം. രാജ്യത്തിന് വേണ്ട നിയമങ്ങൾ, ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് എന്താ ചെയ്യുന്നത് അതുപോലെയുള്ള നിയമങ്ങൾ നിർമ്മിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ ഇൻഡിപെൻഡൻസ് ആക്ട് മുതൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് പാർലമെൻറ്റ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഓർത്ത് വയ്ക്കാം. അതുപോലെ അതെങ്ങനെയാണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ള രീതിയിൽ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുന്ന സമയത്ത്, മീറ്റിംഗ് കൂടുമ്പോൾ ആ സമയത്ത് അതിൻ്റെ പ്രസിഡന്റ്, അത് ചെയർ ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി ഇതൊരു 2 രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു, അല്ലേ. അപ്പോൾ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ബോഡി ആയിട്ട് കൂടുന്ന സമയത്ത് അത് GV മവ്ലാങ്കർ ആണ് അതിനെ ചെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് നടക്കും. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടി അസംബ്ലി കൂടും. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൂടുന്നു, പ്ലസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റൊരു സമയത്ത് ഇതൊരു പാർലമെന്റ് എന്ന രീതിയിൽ കൂടുന്നു. അപ്പം മവ്ലാങ്കർ ആയിരിക്കുന്നു അതിൻ്റെ ചെയർ ചെയ്യുന്ന ചെയർമാൻ, ആൻഡ് അതുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ നിയമങ്ങൾ. അപ്പോൾ ആ 2 രീതിയിലുള്ളൊരു ബോഡി ആയിട്ട് അത് മാറി. ഈ 2 രീതിയിലുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ നവംബർ 26, 1949 വരെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ആകുമ്പോഴത്തേക്കും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞു, ഞാൻ പറഞ്ഞു 1950 ജനുവരി 24 ലാസ്റ്റ് അവരുടെ മീറ്റിംഗ് കൂടിയത്. പക്ഷെ ഈ ഒരു 49 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം കഴിഞ്ഞിരുന്നു. ബാക്കി പിന്നീട് ഫൈനൽ ആയിട്ടുള്ള സെഷന് വേണ്ടിയിട്ടാണ് 1950 ജനുവരി 24 അത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടിയത്. ഓക്കെ, ദെൻ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും മുസ്ലിം ലീഗ് മെമ്പേഴ്സ് അവർ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്ന് മെമ്പേഴ്സ് എല്ലാം പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻസോട് കൂടെ ഉണ്ടായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 389 എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, തുടക്ക സമയത്ത് കുറച്ച് പേര് വിട്ടു നിന്നാലും സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് 389 ആയിരുന്നു. പക്ഷെ പെർമനൻ്റ് ആയിട്ട് മുസ്ലിം ലീഗിലുള്ള മെമ്പേഴ്സും അതുപോലെ ചില മെമ്പേഴ്സൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗമായവരൊക്കെ പോയപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്തായി 299 ആയിട്ട് കുറഞ്ഞു. അപ്പം അതും ഓർത്ത് വയ്ക്കുക. അതൊക്കെയാണ് ഇൻഡിപെൻഡൻസ് ആക്ടോടുകൂടെ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ്, രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് നോക്കുവാണെങ്കിൽ 17 ഫീമെയിൽ മെമ്പേഴ്സ് ആയിരുന്നു.
ഇൻഡിപെൻഡൻസ് ആക്ടിന് മുമ്പ്. ഓക്കെ, അപ്പോൾ എത്ര ഫീമെയിൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 17 ഫീമെയിൽ മെമ്പേഴ്സാണ്. ഇനി ഇൻഡിപെൻഡൻസ് ആക്ടിന് ശേഷം അത് 15 കാരണം ബാക്കി 2 പേര് ഈ ഒരു പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ആളുകളായിരിക്കും പോയിരുന്നിരിക്കുക. അപ്പോൾ അത് എത്ര ഫീമെയിൽ മെമ്പേഴ്സാണെന്നുള്ളത് ഇൻഡിപെൻഡൻസ് ആക്ടിന് മുമ്പും ശേഷമുള്ളതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പെർഫോം ചെയ്തിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, അതർ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റാറ്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യസ് മെമ്പർഷിപ്പ് ഇൻ കോമൺവെൽത്തിലുള്ള ഇന്ത്യയുടെ മെമ്പർഷിപ്പ് റാറ്റിഫിക്കേഷൻ മെയ് 1949. അതുപോലെ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വെച്ചിട്ടാണ്, അസംബ്ലിയാണ് പെർഫോം ചെയ്തത് ജൂലൈ 22, 1947. ഇറ്റ് അഡോപ്റ്റഡ് നാഷണൽ ആന്തം ജനുവരി 24, 1950. അതേ ദിവസം തന്നെ നാഷണൽ സോങ് അഡോപ്റ്റ് ചെയ്തു. അതുപോലെ ഇലക്ടിംഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആസ് എ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പെർഫോം ചെയ്ത മറ്റ് കാര്യങ്ങളാണ്, അത് ഫങ്ഷൻസ് ആണ്. അതിൻ്റെ ഡേറ്റും അത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മളപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമൊക്കെ 1949 നവംബർ 26 വരെയൊക്കെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. അതിനുശേഷം അവസാനമായിട്ട് 1950 അവസാനമായിട്ടുള്ള ഒരു സെഷനും നടന്നു, ഫൈനൽ സെഷൻ. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് ഫൈനൽ ആയിട്ടുള്ളൊരു രൂപം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രൂപം ഫൈനൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ സൈൻ ചെയ്ത് അങ്ങനെയുള്ള ഫൈനൽ സെഷൻ അന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇനി നമ്മളതിൻ്റെ ഇനാക്ട്മെൻറ്റ് നോക്കുവാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ അംബേദ്കർ ഈ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നവംബർ 4, 1948 ഒരു ഫസ്റ്റ് റീഡിംഗ് നടത്തി അവിടെ ഉണ്ടായി. ദെൻ അദ്ദേഹം ഇത് പാസ്സാക്കണമെങ്കിൽ ഒരു മോഷൻ, ഒരു പ്രമേയമൊക്കെ പാസ്സാക്കണ രീതിയിലാണ് അല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഫൈനലായിട്ട്. അപ്പം അദ്ദേഹം അവിടെ വെച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് സെറ്റിൽ ബൈ ദ അസംബ്ലി ബി പാസ്ഡ് എന്ന് പറയുന്ന ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. അങ്ങനെ അത് പാസ്സാക്കിയ ഡേറ്റ് ആണ് ദ മോഷൻ ഓൺ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കിയ ഡേറ്റ് ആണ് നവംബർ 26, 1949. അന്ന് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ വെച്ച് അത് എല്ലാ മെമ്പേഴ്സിൻ്റെയും അതിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിൻ്റെയും ഒക്കെ സിഗ്നേച്ചർ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ആദ്യത്തെ ആ ഒരു കോപ്പിയിലുണ്ട്. പ്രസിഡന്റിൻ്റെ എല്ലാം സിഗ്നേച്ചർ വാങ്ങി. അന്ന് ഞാൻ പറഞ്ഞു 299 മെമ്പേഴ്സായി മാറിയിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷം ടോട്ടൽ മെമ്പർഷിപ്പ് അതിൽ 284% ആയിരുന്നു. എൻ്റെ അവർ സൈൻ ചെയ്തു. ഈ നമ്പേഴ്സൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ ഈ ഒരു അവരന്ന് സൈൻ ചെയ്ത് എനാക്ട് ചെയ്ത് ആ ഒരു പാസ്സാക്കിയ ഡേറ്റ് ആണ് നമ്മൾ പ്രിയാമ്പിളിൽ കൊടുത്തിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞ് പ്രിയാമ്പിളിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ്. അതുപോലെ ആ ഒരു നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആഘോഷിക്കാനുള്ള കാരണം അതാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, പ്രിയാമ്പിൾ എനാക്ട് ചെയ്യുന്നത് ഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി എനാക്ട് ചെയ്തതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ് അതിൽ. ദെൻ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് സമർപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അദ്ദേഹം അന്നത്തെ ലോ മിനിസ്റ്ററും കൂടി ആയിരുന്നു. അതുപോലെ നമുക്കറിയുന്ന കാര്യമാണ്, ചീഫ് ആർക്കിടെക്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അംബേദ്കർ ആണ്. അദ്ദേഹത്തെ നമ്മൾ മോഡേൺ മനു എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയും കാര്യം ക്ലിയർ ആയല്ലോ അല്ലേ? യെസ്, ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും കൂടെ നമുക്ക് നോക്കാം. ഇതൊക്കെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. എലിഫൻ്റ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സിമ്പിളായിട്ട് ചൂസ് ചെയ്തത് എലിഫൻറ്റിനെ ആയിരുന്നു. അതുപോലെ BN റാവു ആയിരുന്നു ഫസ്റ്റ് അപ്പോയിൻറ്റഡ് ആസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ ആയിട്ട് അപ്പോയിൻറ്റഡ് ആയത് BN റാവു ആയിരുന്നു. അതുപോലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് HVR അയ്യങ്കാർ ആണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ SN മുഖർജി ആയിരുന്നു ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാലിഗ്രാഫർ എന്ന് പറയുന്നത് പ്രേം ബഹാരി നരൈൻ റൈസാദ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ളതായിരുന്നു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം എഴുതിയത്. അതൊരു ഇറ്റാലിക് സ്റ്റൈലിലാണ് അദ്ദേഹം എഴുതിയത്. അതുപോലെ ആർട്ടിസ്റ്റ് ഫ്രം ശാന്തിനികേതൻ, അതുപോലെ നമ്മുടെ നന്ദലാൽ ബോസ്, ബേഹർ റാം മനോഹർ സിൻഹ, അങ്ങനെയുള്ള ആളുകളൊക്കെ അതിൽ ഒരുപാട് ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് ഫസ്റ്റ് കോപ്പി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ.
അതുപോലെ വസന്ത് കൃഷ്ണ വൈദ്യ, അദ്ദേഹമാണ് കാലിഗ്രാഫി ചെയ്തത്. ഹിന്ദി ട്രാൻസ്ലേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ. ദെൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്, ഈ ഫാക്ട്സ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ബേസ് ചെയ്തതും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനുമായും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യം. പ്രത്യേകിച്ചും കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയും കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത ആ ഒരു സമയവുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യവും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, യെസ്. ഇനി നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോസസ്സിനൊക്കെ ശേഷം ഫൈനലി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ലഭിച്ചു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നിർമ്മിച്ചു അല്ലേ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ. അപ്പോൾ അതിന് ശേഷം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒറിജിനലി 1949 അഡോപ്റ്റ് ചെയ്ത ഒരു സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷന് ഒരു പ്രിയാമ്പിളും 395 ആർട്ടിക്കിൾസും അതിനെ 22 പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ട് അതുപോലെ ഒരു 8 ഷെഡ്യൂൾസ്, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത് തുടക്ക സമയത്ത് ഒറിജിനലി. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 395 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 470 ആർട്ടിക്കിൾസ് ഉണ്ട്. അതിനെ 25 ഭാഗമായിട്ട്, 22 പാർട്സ് അല്ലെങ്കിൽ ഭാഗങ്ങളായിരുന്നു, 25 പാർട്സ് ആയിരുന്നു ആദ്യം. ഇപ്പോൾ അത് 22 പാർട്സ് ആയിരുന്നു ആദ്യം, ഇപ്പോൾ 25 പാർട്സ് ആണ്. ആദ്യം 8 ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്, ഇപ്പം 12 ഷെഡ്യൂൾസ് കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ലെങ്തിയസ്റ്റ്, അതായത് റിട്ടൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും നോക്കുകയാണെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസും അൺറിട്ടൺ ആയിട്ടുള്ള എഴുതപ്പെടാത്ത കോൺസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, കൃത്യമായി എഴുതിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ലെങ്തിയസ്റ്റ്, എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ ഏറ്റവും ലെങ്തിയസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചറൽ പാർട്ട്, അതിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻസും അങ്ങനെയുള്ള സ്ട്രക്ചറൽ പാർട്ട്, പ്രത്യേകം പറയുകയാണെങ്കിൽ സ്ട്രക്ചറൽ പാർട്ട് ഒരു പരിധി വരെ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ്. അപ്പം ആ ഒരു ആക്ടിൽ നിന്ന് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ പാർട്ട് മെയിനായിട്ടും അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതോർത്ത് വയ്ക്കുക. അതുപോലെ അപ്പോൾ സ്ട്രക്ചറൽ പാർട്ട് എവിടെ നിന്നാണെന്ന് പറഞ്ഞു. ഇനി ഫിലോസഫിക്കൽ പാർട്ട്, ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിനെയാണ് നമ്മളൊരു ഫിലോസഫിക്കൽ പാർട്ട്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇത് രണ്ടും നമ്മൾ ഫിലോസഫിക്കൽ പാർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് മെയിൻലി അമേരിക്കനിൽ നിന്നും അതുപോലെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെയാണ് നമുക്ക് ഫിലോസഫിക്കൽ പാർട്ടായിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിലോസഫിക്കൽ പാർട്ട് ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പൊളിറ്റിക്കൽ പാർട്ട്, അതായത് ക്യാബിനറ്റ് ഗവൺമെൻറ്, എങ്ങനെയാണ് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള ബന്ധം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തത്. പ്രത്യേകിച്ച് നമ്മൾ ബ്രിട്ടീഷുകാരാണ് ആ സമയത്ത് ഭരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഫെമിലിയർ ആയിരുന്നു അതുമായി, ആ സിസ്റ്റം അതൊക്കെ നമ്മൾ കാലങ്ങളായി ഫെമിലിയർ ആയതുകൊണ്ട് കൂടെയാണ് നമ്മളത് എടുത്തത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഏത് രീതിയിലാണ് അതിൻ്റെ ആ ഒരു, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളൊരു പുസ്തകം എടുത്താൽ പുസ്തകത്തെ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഡിവിഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യം പ്രിയാമ്പിൾ ഉണ്ട് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം ഒരു പ്രിയാമ്പിളാണ്, ഒരു ആമുഖമാണ്. അതെന്താ ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ഗൈഡിങ് പേർപ്പസ് എന്താണ് എന്നുള്ളതാണ് പ്രിയാമ്പിളിൽ പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾസ് ഉണ്ട്, അതാണ് മെയിൻ ബോഡി ആയിട്ട് വരുന്നത്. ഷെഡ്യൂൾസ് ഉണ്ട്, ഷെഡ്യൂൾസിൽ എന്താണ്, അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ആർട്ടിക്കിൾസിലൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെഡ്യൂൾസിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ അമെൻമെൻറ്റ്സ് ഉണ്ട് അല്ലേ, അമെൻമെൻറ്റ്സ്, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് നമ്മൾ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്, അപ്പോൾ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നതിന്. അപ്പോൾ അത്രയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ ഭാഗവും ആ ഭാഗത്ത്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് പാർട്ടുകളാക്കി തിരിക്കും, പാർട്ടുകൾക്കുള്ളിൽ ആർട്ടിക്കിൾസ് അല്ലേ, പാർട്ടുകളായിട്ടുള്ളൊരു ഡിവിഷൻ, പാർട്ടുകൾക്കുള്ളിൽ ആർട്ടിക്കിൾസിലാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ബോഡി ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾ 1 to 4. അതുപോലെ പാർട്ട് 2 സിറ്റിസൺഷിപ്പ്, പാർട്ട് 3 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പാർട്ട് 4 ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അത് പാർട്ട് 4A ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു അമെൻമെൻറ്റിലൂടെ ചേർത്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ലേ. അതുപോലെ പാർട്ട് 8 യൂണിയൻ ടെറിട്ടറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ പ്രധാനപ്പെട്ട പാർട്ടുകൾ നമ്മൾ ഒന്നുകൂടെ ബോൾഡായിട്ട് ഇതിൽ ഏതൊക്കെ പാർട്ടാണ്, ആർട്ടിക്കിൾസ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബോക്സിൽ. ഓക്കെ,
ഇനി ഞാൻ പറഞ്ഞു 12 ഷെഡ്യൂൾസ് ഉണ്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ മെയിൻ ബോഡിയാണ് അല്ലേ, പാർട്ടുകളുണ്ട്, അതിൻ്റെ ഉള്ള ആർട്ടിക്കിൾസിൽ കാര്യങ്ങൾ എഴുതും. അപ്പം ഇതിലൊന്നും പെടാത്ത കുറച്ച് ഡീറ്റെയിൽസും കൂടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണം എന്നുള്ളതിനൊക്കെ നമ്മൾ ഷെഡ്യൂൾസ് ആയിട്ടൊരു നമ്മളൊരു പട്ടികയൊക്കെ ആക്കി, പട്ടികകൾ അല്ലേ, ഒരു പട്ടിക ഒരു ബോക്സിലാക്കിയിട്ട് ആർട്ടിക്കിൾസിൽ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഷെഡ്യൂൾസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. 12 ഷെഡ്യൂൾ ഉണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്താണ്, ഫസ്റ്റ് ഷെഡ്യൂള് ഇറ്റ് ലിസ്റ്റ് ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അതുപോലെ അതിൻ്റെ നമ്മുടെ രാജ്യത്തെ സ്റ്റേറ്റുകൾ, സംസ്ഥാനങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ്, അവരുടെ എത്രത്തോളം സ്ഥലമുണ്ട് ഓരോ സ്റ്റേറ്റിനും, എത്ര ഉൾപ്പെടുന്നു, ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ, ഇതൊക്കെയാണ് ഫസ്റ്റ് ഷെഡ്യൂളിൽ. സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ അതിൽ അതായത് ഇപ്പം നമ്മുടെ രാജ്യത്തെ പ്രധാന പദവികളിൽ ഇരിക്കുന്ന, അതായത് പ്രസിഡന്റ്, ഗവർണർ, സ്റ്റേറ്റുകളിലെ ഗവർണർ, രാജ്യസഭയുടെ ചെയർമാൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് രാജ്യസഭ, ലോക്സഭയുടെ സ്പീക്കർ, അവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കർ, അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെ സംസ്ഥാനങ്ങളിലെ ഡെപ്യൂട്ടി സ്പീക്കറും അതുപോലെയുള്ള നമ്മുടെ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടിലെ ജഡ്ജ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇപ്പം നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഹൈക്കോർട്ട്സിലെ ജഡ്ജ്, അപ്പം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലിരിക്കുന്ന പൊസിഷൻസിലിരിക്കുന്ന ആളുകളുടെ അവർക്ക് എന്തൊക്കെ പ്രിവിലേജസ് ഉണ്ട്, അവർക്ക് എന്തൊക്കെ അലവൻസസ് ഉണ്ട്, അങ്ങനെയുള്ള അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആവുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് ഷെഡ്യൂൾ, മൂന്നാമത്തെ ഷെഡ്യൂളിൽ പലതരത്തിലുള്ള ഓത്തുകൾ, ഇപ്പം നമ്മൾ മന്ത്രിമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പദവികളിലേക്കും ഇലക്റ്റഡ് ഒക്കെ ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ പല പദവികളും പ്രധാനപ്പെട്ട പദവികളിലും ചേരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഒരു ഓത്ത് എടുക്കും, അല്ലെ, ഒരു പ്രതിജ്ഞ, ഒരു സത്യപ്രതിജ്ഞ. അപ്പോൾ അത് കണ്ടെയ്ൻ ചെയ്യുന്നത് തേർഡ് ഷെഡ്യൂളിലാണ്. അതുപോലെ ഫോർത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലൊക്കെ എങ്ങനെയാണ് സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ രാജ്യസഭയിൽ എങ്ങനെയാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫോർത്ത് ഷെഡ്യൂളിൽ. ഏതൊക്കെ സ്റ്റേറ്റുകൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നൊക്കെയുള്ളതാണ് ഫോർത്ത് ഷെഡ്യൂൾ. ഫിഫ്ത്ത് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഫിഫ്ത്ത് ഷെഡ്യൂളിൽ ഈ നമ്മുടെ രാജ്യത്തെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതുപോലെ ഷെഡ്യൂൾഡ് ഏരിയാസ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ട്, അതുപോലെ പ്രത്യേകമായിട്ട് ചില ഏരിയാസിനൊക്കെ പ്രത്യേക സംരക്ഷണം വേണ്ട ഏരിയാസിനൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫിഫ്ത്ത് ഷെഡ്യൂള്. സിക്സ്ത് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ട്രൈബൽ ഏരിയാസ്, ഇപ്പം ത്രിപുര, ആസാം, മിസോറാം, മേഘാലയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ട്രൈബൽ ആയിട്ടുള്ള ഏരിയകളുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സിക്സ്ത് ഷെഡ്യൂളിൽ പറയുന്നത്. ഇനി സെവൻത്ത് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ സെവൻത്ത് ഷെഡ്യൂളിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, അതായത് നമ്മൾ ഓരോ ലിസ്റ്റുകളുണ്ട് അല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏതൊക്കെ മേഖലകളിൽ നിയമം നിർമ്മിക്കാൻ പറ്റും. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിയൻ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഏതൊക്കെ കാര്യങ്ങളിൽ, ഏതൊക്കെ വിഷയങ്ങളിൽ ഇടപെടലുകൾ, നിയമങ്ങളൊക്കെ നടത്താൻ പറ്റും. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പേർക്കും, സ്റ്റേറ്റിനും, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിനും ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ വിഷയങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് 3 ലിസ്റ്റുകളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ സെവൻത്ത് ഷെഡ്യൂളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എയ്ത്ത് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജസിനെയും ഉൾക്കൊള്ളിക്കുന്നത് എയ്ത്ത് ഷെഡ്യൂളാണ്, റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ്. നയൻത്ത് ഷെഡ്യൂളിൽ ചില റെഗുലേഷൻസും ആക്ട്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്നതാണ് നയൻത്ത് ഷെഡ്യൂള്. അതുപോലെ ടെൻത്ത് ഷെഡ്യൂള് ഈ ഡിഫെക്ഷൻ, കൂറുമാറ്റം എന്ന് നമ്മൾ പറയും അല്ലേ, ഡിഫെക്ഷൻ പ്രകാരം ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ, ഒരു ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു മെമ്പർ, ഒരു ജനപ്രതിനിധി ഡിഫെക്ഷൻ്റെ റൂൾ അനുസരിച്ച് എങ്ങനെയാണ് ഡിസ്ക്വാളിഫൈ ആവുക എന്നുള്ള കാര്യങ്ങളാണ് 10th ഷെഡ്യൂളിൽ വരുന്നത്. 11th ഷെഡ്യൂളിൽ അതായത് പഞ്ചായത്തുകളുടെ റൈറ്റ്സും പവേഴ്സും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ 11th ഷെഡ്യൂളിലാണ്. അതുപോലെ മുനിസിപ്പാലിറ്റീസിൻ്റെ അവരുടെ പവേഴ്സ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ 12th ഷെഡ്യൂളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് 12 ഷെഡ്യൂളുകൾ ഉള്ളത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, ഏതൊക്കെയാണ് ഷെഡ്യൂളുകളിൽ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈസിയാണ് ഓർത്ത് വയ്ക്കാൻ അല്ലേ. 12 കാര്യങ്ങൾ അതൊന്ന് 2-3 പ്രാവശ്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ 60ഓളം രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഫൈനലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്തിയത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബോറോ ചെയ്തിട്ടുണ്ട് മറ്റ് പല കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും. അപ്പം അത് ഏതൊക്കെയാണ്? അതുപോലെ ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, അവിടെ നിന്നും നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട് അല്ലേ, അവിടെ നിന്നും ഉള്ള നമ്മുടെ സ്ട്രക്ചറൽ പാർട്ട് അവിടെ നിന്നാണ്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ്? ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ്, ഇന്റർകോഴ്സ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ഓഫ് പാർലമെന്റ്,
ഈ ഒരു കോൺസെപ്റ്റുകൾ ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ ഒരു ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ, അതുപോലെ അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാനഡയിൽ നിന്നും, അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതുപോലെ രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, എങ്ങനെ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യാം, ഇതൊക്കെ അയർലാൻഡിൽ നിന്നുമാണ് നമ്മൾ ബോറോ ചെയ്തത്. ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ജപ്പാനിൽ നിന്നുമാണ് ബോറോ ചെയ്തിരിക്കുന്നത്. അതുപോലെ റഷ്യയിൽ നിന്നും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ റഷ്യയിൽ നിന്നാണ്. അതുപോലെ ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ, അത് ആ ഒരു കാര്യം പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ റഷ്യയിൽ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്. അതുപോലെ യു കെയിൽ നിന്നാണ് പാർലമെന്ററി ഗവൺമെന്റ്, നമ്മൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, ക്യാബിനറ്റ് സിസ്റ്റം, റിട്ട്, അതുപോലെ പാർലമെന്ററി പ്രിവിലേജസ്, ബൈക്യാമറലിസം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഒരൊറ്റ സിറ്റിസൺഷിപ്പ് അല്ലോ നമുക്കല്ലേ നമ്മുടെ രാജ്യത്ത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ യു കെയിൽ നിന്നും. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ്, ജുഡീഷ്യൽ റിവ്യൂ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, അതുപോലെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജസിന്റെ റിമൂവൽ പ്രൊസീജിയർ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ യു എസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ജർമ്മനിയിൽ നിന്നും ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് എമർജൻസി സമയത്ത് സസ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ, അത് നമ്മൾ ജർമ്മനിയിൽ നിന്നും എടുത്തിട്ടുള്ള കോൺസെപ്റ്റാണ്. അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പ്രൊസീജിയർ ഫോർ അമെൻമെന്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് അമെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പ്രൊസീജിയർ എങ്ങനെ വേണം എന്നുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ രാജ്യസഭയിലുള്ള മെമ്പേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രാൻസ്, ഇപ്പോൾ റിപ്പബ്ലിക് ഐഡിയൽസ് ഓഫ് നമ്മൾ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഏതൊക്കെ കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ആയില്ല. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ നോക്കി. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് നമ്മൾ നോക്കി. ദെൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ സ്ഥലങ്ങളിൽ ഇവിടെ നിന്നൊക്കെ ബോറോ ചെയ്തിരിക്കുന്നു, ഏതൊക്കെ കോൺസെപ്റ്റ്, അത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗമാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം. അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ പ്രിയാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, എന്താണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ, ഇങ്ങനെയാണ് നമ്മുടെ പ്രിയാമ്പിൾ ഇരിക്കുന്നത്. പ്രിയാമ്പിൾ എന്താണ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens എന്തൊക്കെയാണ്, justice, social, economic and political, liberty of thought, expression, belief, faith and worship, അതുപോലെ equality of status and of opportunity and to promote among them all fraternity എങ്ങനെയാണ്, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, hereby adopt, enact and give to ourselves this Constitution. അപ്പോൾ ആ ഒരു ഡേറ്റ് അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് എന്നാ കൊടുത്തിരിക്കുന്നത് 26th November 1949. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ ആ ഒരു ഡേ ആണ് പറയുന്നത്. അപ്പം പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, ഒരു ആമുഖം പോലെ, ഒരു പുസ്തകത്തിനൊരു ആമുഖമുള്ള പോലെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിയാമ്പിൾ എങ്ങനെയാണ്, എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഇനി എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരാൻ പോകുന്നത്, പ്രിൻസിപ്പിൾസ്, ഫിലോസഫി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ അല്ലേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചു, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ മൂവ് ചെയ്തും പിന്നീട് പാസ്സാക്കിയ കാര്യമൊക്കെ. അപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ അന്നത്തെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ്റെ ഇന്നത്തെ രൂപമാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ മറ്റൊരു കാര്യം,
നമ്മുടെ പ്രിയാമ്പിള് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1976. അതിലൂടെയാണ് 3 പുതിയ വാക്കുകൾ. ഏതൊക്കെയാ? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. അപ്പോൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ 3 വാക്കുകൾ നമ്മുടെ പ്രിയാമ്പിള് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ച സമയത്ത് ഈ 3 വാക്കുകൾ പ്രിയാമ്പിൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം 1976 ഈ 3 വാക്കുകൾ ആഡ് ചെയ്തത്. ഓർത്തു വയ്ക്കുക, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. അതുപോലെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട വേർഡ്സ് ആണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രിയാമ്പിൾ വായിച്ചപ്പോൾ കണ്ടു അല്ലേ, ഏതൊക്കെയാണ് ഈ കീ വേർഡ്സ്. അപ്പം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം, ഈ കുറച്ച് വേർഡ്സ്, കുറച്ച് ടേംസ് ഒക്കെ വേർഡ്സ് തന്നിട്ട് ഇതിൽ പ്രിയാമ്പിളിൽ ഉള്ള വേർഡ് ഏതാണ്, ഇല്ലാത്തതാണ്, അങ്ങനെ ഇല്ലാത്ത വേർഡ് ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പത്തിന് ഇത് പഠിച്ചു വെച്ചാൽ മതി. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഇത്രയും കാര്യങ്ങൾ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്. മറക്കരുത്, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി, ഇത്രയും കാര്യങ്ങൾ, ഈ 3 വാക്കുകൾ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരം ആഡ് ചെയ്തതാണെന്നുള്ളത് പ്രത്യേകം ഓർത്തു വയ്ക്കാം. അപ്പോൾ ഈ കീ വേർഡ്സ് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇത്രയും കാര്യം ഓർത്തു വയ്ക്കാം. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി പ്രിയാമ്പിളിലെ കമ്പോണൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രിയാമ്പിൾ വായിച്ചു. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ പ്രിയാമ്പിളിൽ എങ്ങനെയാണ്? പ്രിയാമ്പിളിന്റെ സ്റ്റാർട്ടിങ് എന്തായിരുന്നു? പ്രിയാമ്പിളിന്റെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതിലൂടെ എന്താ കാണിക്കുന്നത്? സോഴ്സ് ഓഫ് ദ അതോറിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ റിവീൽഡ് ടു ബി ദ സോഴ്സ് ഓഫ് ദ അതോറിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. We the people of India അല്ലെ? സ്റ്റാർട്ടിങ്ങിൽ എന്താണ്? We the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic എന്നാ പറയുന്നത്. അപ്പോൾ ഈ ഇതിൽ പറയുന്ന we the people of India എന്ന് പറയുന്നത് എന്താണ് കാണിക്കുന്നത്? സോഴ്സ് ഓഫ് ദ അതോറിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റി എവിടെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതെന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളാണ്. അപ്പം അതാണ് ആദ്യമുള്ള കാര്യം. അപ്പം ഇത് ഓരോന്നും ഓർത്തു വയ്ക്കുക, അതിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത് ഈ പ്രിയാമ്പിളിൽ പറയുന്നത് നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്. എങ്ങനെയുള്ള ഇന്ത്യയാണ്, എങ്ങനത്തെ ഒരു രാജ്യമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനത്തെയാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ നേഷൻ. ഈ ഒരു വാക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എങ്ങനെയുള്ള രാജ്യമാണ്, നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്, അതാണ് അത് കാണിക്കുന്നത്. ഇനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തത് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ. ഇപ്പം നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് അതോറിറ്റി. ആരാണ് ഇതിൻ്റെ അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ എങ്ങനത്തെ ഇന്ത്യയാണ്, എങ്ങനത്തെ സ്റ്റേറ്റ് ആണ്, നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്, അതാണ് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഇനി എന്താ അടുത്തത് പറയുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് അല്ലേ? ആൻഡ് ടു സെക്യൂർ ടു ഓൾ സിറ്റിസൻസ്, എല്ലാ സിറ്റിസനും ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ ലഭിക്കുക, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആദ്യം പറയുന്ന വി ദ പീപ്പിൾ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് അതോറിറ്റിയാണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. അതുപോലെ രണ്ടാമത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ നേഷൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? നേച്ചർ ഓഫ് എങ്ങനത്തെ രാജ്യമാണ്, എങ്ങനത്തെ നേച്ചറാണെന്ന് പറയുന്നു. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് പറയുന്നത്. ഇനി അഡോപ്ഷൻ ഡേറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് November 26, 1949 ആണ് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. ഓക്കെ, അപ്പം അത്രയും ക്ലിയർ ആയല്ലോ?
അപ്പോൾ അതിൻ്റെ ഈ വേർഡ്സ് എല്ലാം പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത കാര്യം, പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പാർട്ടാണോ എന്നൊക്കെയുള്ള കുറച്ച് ഡിസ്കഷൻസ് വന്നിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ബെറുബാരി കേസ് എന്ന് പറയുന്ന കേസ്, ചില കേസുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ട് ചില ഇമ്പോർട്ടൻറ്റ് കേസുകളുണ്ട്. അപ്പോൾ അത്രയാണ് ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കേസുകൾ. അതായത് ബെറുബാരി കേസിൽ എന്ന് പറയുന്ന ഒരു കേസിലൂടെയാണ് കോർട്ട് പറഞ്ഞു പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ശരിയാണ് അതായത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള പല ക്വസ്റ്റ്യൻസും ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കോടതിയെ സമീപിക്കും, അപ്പോൾ ആ ഒരു രീതിയിൽ ലാസ്റ്റ് കോടതി, അപ്പോൾ അത് കോടതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസും കോടതി വിധിയുടെ ഒക്കെ ബേസിസിൽ കോടതി ഫൈനലി അത് ഡിസൈഡ് ചെയ്യും എന്താണെന്നുള്ള കോടതി വിധിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു കുറച്ച് കേസസ് ആണ്, കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഫൈനലി നമ്മൾ പാർട്ടാണോ അല്ലയോ എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് സ്റ്റാർട്ടിങ്ങിൽ വരുന്നൊരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാർട്ടാണോ അല്ലയോ എന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സോ ബെറുബാരി കേസിലൂടെയാണ് കോർട്ട് ആദ്യം പറഞ്ഞു പ്രിയാമ്പിൾ എന്നുള്ളത് ഒരു മേക്കേഴ്സിൻ്റെ, ബെറുബാരി കേസ് വന്നു. അപ്പോൾ അതിൽ പറഞ്ഞു മേക്കേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുടെ ഒരു കോൺസെപ്റ്റൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് പ്രിയാമ്പിളിനെ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് പാർട്ടായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളത് ബെറുബാരി കേസിൽ പറഞ്ഞു. അപ്പോൾ ആദ്യം ആ ഒരു കേസാണ് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് കേശവാനന്ദ ഭാരതി കേസ് വന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് അല്ലേ. സോ ഈ കേശവാനന്ദ ഭാരതി കേസിലാണ് പറഞ്ഞത്, ആ കേസിലൂടെയാണ് കോടതി പറഞ്ഞത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളത്, കേശവാനന്ദ ഭാരതി കേസിൽ. ഇനി അടുത്തൊരു കേസ് ഓർത്ത് വെക്കേണ്ടത് യൂണിയൻ ഗവൺമെൻറ് വേഴ്സസ് LIC ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ്. സുപ്രീം കോർട്ട് ഒരിക്കൽ കൂടെ പറഞ്ഞു പ്രിയാമ്പിൾ ഇസ് ദ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണെന്ന് പറഞ്ഞു. ബെറുബാരി കേസിലാണ് പ്രിയാമ്പിൾ ഒരു പാർട്ടല്ല എന്ന് പറഞ്ഞത്. കേശവാനന്ദ ഭാരതി കേസിൽ പ്രിയാമ്പിൾ പാർട്ടാണെന്ന് ആദ്യം പറഞ്ഞു. എഗെയിൻ അത് ഒന്നുകൂടെ ഉറപ്പിച്ചിട്ട് യൂണിയൻ ഗവൺമെൻറ് വേഴ്സസ് LIC ഓഫ് ഇന്ത്യ കേസിൽ പറഞ്ഞു. സോ അത്രയാണ്. ഓക്കെ, ഇനി പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു സോഴ്സ് ഓഫ് പവർ ഒന്നുമല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പറയുന്ന ഒരു കാര്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. അതുപോലെ ഏതെങ്കിലും ലെജിസ്ലേച്ചറിൻ്റെ പവേഴ്സിൽ എന്തെങ്കിലും പ്രത്യേകം കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല. ഇത് ജസ്റ്റ് അതുപോലെ പ്രിയാമ്പിൾ ഒരിക്കലും ജസ്റ്റിഷ്യബിൾ അല്ല. ഇപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ പറയുവാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജസ്റ്റിഷ്യബിൾ ആണെന്ന് പറയും അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മുടെ ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് തന്നെ റെമഡീസ് ഉണ്ട്, നമുക്ക് കോടതിയിൽ സുപ്രീം കോർട്ടിലൊക്കെ നേരിട്ട് പോകാം. പക്ഷേ പ്രിയാമ്പിൾ അങ്ങനെയല്ല, അത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് എൻഫോഴ്സിബിൾ അല്ല. കോടതി മൂലം പ്രിയാമ്പിൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്രിയാമ്പിൾ പാർട്ടാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ആൻസർ കിട്ടി. അതിനുശേഷം ഒരു പാർട്ട് എന്ന രീതിയിൽ പ്രിയാമ്പിൾ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 368 പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻറ്റ് മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ പാർട്ട് എന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് പ്രിയാമ്പിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അമെൻമെൻറ്റ് വരുത്താൻ പറ്റും ആർട്ടിക്കിൾ 368 പ്രകാരം. പക്ഷേ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ പ്രിയാമ്പിൾ ഒരിക്കലും അമെൻഡ് ചെയ്യാൻ പറ്റില്ല. പ്രിയാമ്പിളിൻ്റെ ബേസിക് സ്ട്രക്ചർ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില ഭാഗങ്ങൾ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അതായത് ആ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് അമെൻഡ് ചെയ്യാൻ പറ്റും, കാരണം അതാണല്ലോ 42ാമത്തെ അമെൻമെൻറ്റിലൂടെ 3 വാക്കുകൾ പുതിയതായി ആഡ് ചെയ്തു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം അമെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇതുവരെയുള്ള സമയത്ത് ഒറ്റ തവണ മാത്രമാണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അതാണ് 42nd അമെൻമെൻറ്റ് ആക്ട് 1976. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ പ്രിയാമ്പിൾ നോൺ ജസ്റ്റിഷ്യബിൾ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പ്രിയാമ്പിൾ ഇസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റും. ഇതുവരെ ഒറ്റ തവണയാണ് അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് 42ാമത്തെ അമെൻമെൻറ്റ് ആക്ട് 1976. അതുപോലെ അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക പ്രിയാമ്പിളുമായി ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി പ്രിയാമ്പിളിലെ കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും കൂടെ നമുക്ക് നോക്കാം. ഒന്ന്, പ്രിയാമ്പിൾ എന്ന് പറയുന്നത്, പ്രിയാമ്പിളിനെ
പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത് KM മുൻഷിയാണ്. പ്രിയാമ്പിളിനെ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത് KM മുൻഷിയാണ് ഒന്ന്. അതുപോലെ NA പൽഖിവാല, അദ്ദേഹം ഒരു എമിനന്റ് ജൂറിസ്റ്റ് ആയിരുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ട് ഒക്കെ ആയിരുന്നു. അദ്ദേഹം പ്രിയാമ്പിളിനെ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പ്രിയാമ്പിളിനെ പറഞ്ഞത് ആരാണ്? KM മുൻഷി. NA പൽഖിവാളയാണ് പ്രിയാമ്പിൾ ഇസ് ദ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഏർണസ്റ്റ് ബർക്കർ, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പ്രിയാമ്പിളിനെ കീനോട്ട് ടു എനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയാമ്പിൾ ഇസ് എ കീനോട്ട് ടു എനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഹിദായത്തുള്ള, ഹിദായത്തുള്ള, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സോൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇസ് എ സോൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതുപോലെ വിച്ച് ലേസ് ഡൗൺ ദ പാറ്റേൺ ഓഫ് അവർ പൊളിറ്റിക്കൽ സൊസൈറ്റി എന്നാണ് പറയുന്നത്. അതുപോലെ താക്കൂർ ദാസ് ഭാർഗവ്, അദ്ദേഹം പറഞ്ഞത് പ്രിയാമ്പിൾ ഇസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. അതുപോലെ അപ്പം അത്രയും കാര്യങ്ങൾ. അപ്പോൾ കോൺസെപ്റ്റ് ഓഫ് പ്രിയാമ്പിൾ എന്ന് പറയുന്ന കാര്യം തന്നെ നമ്മൾ ബോറോ ചെയ്തത് അമേരിക്കയിൽ നിന്നാണ്. അപ്പം അത്രയും ഓർത്ത് വയ്ക്കാം. അപ്പോൾ പ്രിയാമ്പിളിൻ്റെ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് KM മുൻഷി. NA പൽഖിവാളയാണ് പ്രിയാമ്പിൾ ഇസ് ദ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. ഏർണസ്റ്റ് ബാർക്കർ ആണ്, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ്, പ്രിയാമ്പിൾ ആസ് എ കീനോട്ട് ടു എനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. ഹിദായത്തുള്ളയാണ് പ്രിയാമ്പിൾ ഇസ് ദ സോൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. താക്കൂർ ദാസ് ഭാർഗവ് ആണ് പ്രിയാമ്പിൾ ഇസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ ദ കോൺസെപ്റ്റ് ഓഫ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞത് നമ്മൾ ബോറോ ചെയ്തത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു കണക്റ്റഡ് ഫാക്ട്സും ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഒരു പ്രിയാമ്പിൾ എന്നുള്ള ഭാഗം നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിച്ചത്? കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി നോക്കിയല്ലേ? കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി, അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്നുള്ള കോൺസെപ്റ്റ് ആദ്യം ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി നമ്മുടെ രാജ്യത്തിന് വേണമെന്നുള്ളത് ആദ്യം ആവശ്യപ്പെട്ടു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു MN റോയാണ് ആദ്യം ആവശ്യപ്പെട്ടേ പറഞ്ഞു. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് ഓഫർ 1940. ദെൻ ക്യാബിനറ്റ് മിഷൻ പ്രകാരമാണ്. അത്തരം കാര്യങ്ങൾക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കി. ദെൻ പ്രിയാമ്പിളിലെ ടോട്ടൽ സ്ട്രെങ്ത് 389 ആണെന്നും അതിൽ 296 സീറ്റ്സ് ബ്രിട്ടീഷ് ഇന്ത്യ, ബാക്കി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം, എല്ലാ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസും കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു എക്സെപ്റ്റ് മഹാത്മാഗാന്ധി. അത് ഓർത്ത് വയ്ക്കുക. സൊസൈറ്റിയിലെ എല്ലാ സെക്ഷൻസ് ഓഫ് ആളുകളും കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഭാഗമായിരുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയും അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ അത് നോമിനേറ്റഡ് മെമ്പേഴ്സും ആയിരുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ നോക്കി. പിന്നെ വർക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അത് നമ്മൾ നോക്കി. അതിലുള്ള ആളുകളുടെ പേരൊക്കെ ഓർത്ത് വയ്ക്കാം. അതുപോലെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ, അത് പ്രിയാമ്പിളിൻ്റെ പഴയ രൂപമാണ്, പിന്നീടാണ് അതാണ് പ്രിയാമ്പിളായി മാറിയതെന്ന് പറഞ്ഞു. ഇൻഡിപെൻഡൻസ് ആക്ടിന് ശേഷം എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി മാറിയതെന്ന് നമ്മൾ നോക്കി. ദെൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിൻ്റെ കാര്യം, മറ്റ് ഫങ്ഷൻസ്, ഒരു 5 ഫങ്ഷൻസും കൂടെ അതർ ദാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതിൽ കൂടാതെ പെർഫോം ചെയ്ത 5 ഫങ്ഷൻസും കൂടെ ഉണ്ട്. പ്ലസ് ഒരു നമ്മുടെ പാർലമെൻറ്റിൻ്റെ രീതിയിലുള്ള ഒരു ഫംഗ്ഷനും പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഇൻഡിപെൻഡൻസിന് ശേഷം ചെയ്തു എന്നുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കുക. അതുപോലെ കമ്മിറ്റീസ്, മേജർ കമ്മിറ്റീസും കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിക്ക് ഉണ്ട്. അതുപോലെ മേജർ കമ്മിറ്റീസും മൈനർ കമ്മിറ്റീസും ഉണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ദെൻ മറ്റ് അതിൻ്റെ സൈൻ, സിമ്പൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട ബാക്കി ഫാക്ട്സും കൂടെ ഓർത്ത് വയ്ക്കുക. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബേസിക് ഫാക്ട്സ് ആണ്, എല്ലാം പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നമ്മൾ നോക്കി. എങ്ങനെയൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. ഷെഡ്യൂൾസും ആർട്ടിക്കിൾസും ഇതൊക്കെ എന്താണ്, ഏതൊക്കെ ഷെഡ്യൂൾസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ വിശദമായി തന്നെ നോക്കിയിട്ടുണ്ട്. ദെൻ പ്രിയാമ്പിൾ നമ്മൾ ഇപ്പോൾ നല്ല വിശദമായിട്ട് പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചാൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ബേസിക് ഫാക്ട്സ്, അതുപോലെ
മറ്റ് രാജ്യങ്ങളിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഫീച്ചേഴ്സ്, ദെൻ പ്രിയാമ്പിൾ, അതുമായി ബന്ധപ്പെട്ട് ഇത്രയും ഭാഗത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക്